ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും രാജി ആവശ്യപ്പെട്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC നിർവാഹക സമിതി അംഗം M ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KK സുരേഷ് കുമാർ, PV ബാബു, സലിം തേക്കാട്ടിൽ, തോമസ് കൈപ്പനാനിക്കൽ, PP ബാലകൃഷ്ണൻ, ലളിത ബാബു, പ്രണവ് കരേള, KD പ്രവീൺ, രേഷ്മ V രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കേരളമെമ്പാടും KPCCയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ പിണറായി സർക്കാർ അധികാരമേറ്റ് ഈ 9 വർഷമായി തുടക്കം മുതൽ തന്നെ തട്ടിപ്പിൻ്റെയും കൊള്ളയുടെയും പരമ്പരകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണം അവസാനിക്കാറായി അവസാന വർഷത്തിലും കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല കേരളത്തിന് പുറത്തുമുള്ള കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ പരിപാവനമായ ആ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് അടിച്ചു മാറ്റുമ്പോഴും തിരികെ വെക്കുമ്പോഴും ദേവസ്വം ബോർഡിന്റെ ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവരെ ബലികൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മേലെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ളത് നമുക്കറിയാം. കേരള ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെയാണ് ഇവിടെ ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന കാര്യം പുറത്തു വന്നത്. ഇന്ന് കേരള ഹൈക്കോടതി ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നു, തീരുമാനമെടുത്തിരിക്കുന്നു. കേരളത്തിലെ കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരണത്തിലിരിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹനല്ല, യോഗ്യനല്ല എന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഈ സ്വർണ്ണപ്പാളി അടിച്ചുമാറ്റിയ സംഭവം അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേരള ഗവൺമെന്റിനോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ അല്ല, മറിച്ച് കേരള ഹൈക്കോടതിക്കാണ് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ഭരണകൂടം എത്രത്തോളം വിശ്വാസത്തിലേക്ക് തകർച്ച സംഭവിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി നമുക്കതിൽ കാണാൻ സാധിക്കും. ശബരിമല ധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കണം എന്ന് കോടതിയുടെ ഒരു വിധി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സർക്കാർ മുഴുവനായും പോലീസ് സേന മൊത്തമായും ഈ വിധി നടപ്പാക്കാൻ വേണ്ടി കാണിച്ച ധൃതി എന്നിരിക്കെ അവസാനമായി കേരളത്തിൽ ഈ രാജ്യത്തെ വിശ്വാസ സമൂഹത്തെ പ്രത്യേകിച്ച് അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം എന്ന ഒരു പരിപാടി, ഈ പരിപാടിയിൽ ആളില്ലാതെ തന്നെ ഈ എല്ലാ രീതിയിലും ആ പരിപാടി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ വിശ്വാസ സമൂഹം ഈ സർക്കാരിനെതിരാണ് എന്ന് 2 ആഴ്ച കഴിയുന്നതിനിടയിലാണ് ഈ സംഭവം പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇതൊക്കെ ചോദിക്കുമ്പോ ദേവസ്വം മന്ത്രി പറയുന്നു അനക്കറിയില്ല, ദേവസ്വത്തിന്റെ മന്ത്രി വാസവൻ പറയുന്നു അനക്കും അറിയില്ല, പിന്നെ മുഖ്യമന്ത്രി പറയുന്നു എനക്ക് തീരെ അറിയില്ല. ഇതിൽ ആരോട് ചോദിക്കണം മിസ്റ്റർ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ്, എന്തിനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി, എന്തിനാണ് കേരളത്തിലൊരു മന്ത്രിസഭ എന്ന് കേരളത്തിലെ ഹൈക്കോടതി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ രാജ്യത്തെ വിശ്വാസ സമൂഹം ജനങ്ങളൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കില്ല. ഈ അവതാരങ്ങളല്ലാതെ കേരളത്തിന്റെ ഭരണ നേതൃത്വം ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പട്ടം കളിച്ചതൊന്നും കാര്യമില്ല. അത് കേരളത്തിലെ നിയമസഭക്കകത്ത് അവതരിപ്പിച്ച പ്രശ്നമുന്നയിച്ച കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെ ഇന്നലെ കേരളത്തിൽ നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു മെമ്പറെ, ഒരു MLA അധിക്ഷേപിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഓർത്തോ, അയ്യപ്പന്റെ കോപത്തിൽ നിങ്ങളെ ഈ ഭരണകൂടം കത്തിത്തീരാൻ വേണ്ടി പോവുകയാണ്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത്
സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985242 മൊബൈൽ 6238064141.